നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക്. ഇന്ന് നമ്മൾ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. പാർട്ടി വെയർ ആയിട്ട് ഫ്ലവർ ഡിസൈനിൽ വന്നിട്ട് എംബോസിങ് ആയിട്ട് വന്നിട്ടുള്ളൊരു റണ്ണിങ് മെറ്റീരിയൽ. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു പിങ്ക് ഷെയ്ഡഡ് കളറാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3200 ആണ് പെർ മീറ്റർ വരുന്നത്. 60 ഇഞ്ച് വീതിയാണ്. ഇതിൻ്റെ ലൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നതും അതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ഒരു ലെതർ ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നല്ല സോഫ്റ്റാണ്, ഒരു ഗ്ലോസി മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ഡൈങ് വരുന്നതും ഇങ്ങനെ ഒരു ഉമ്ര ഡൈങ് ആണ് വരണേ. ഇതിൻ്റെ ഒരു മോഡൽ ഞങ്ങളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ട്. നമ്മളുടെ ഡിസൈനർ ഷിക അത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇങ്ങനെ ഷിക സ്റ്റിച്ച് ചെയ്തതാണ്. ഈ ഒരു പാറ്റേണിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഇത് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സാണ്. നമുക്ക് ആ ഒരു ഷേപ്പിന് കിട്ടാൻ പറ്റിയൊരു ഡ്രസ്സാണ്. നമ്മളത് ആ ഒരു ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പിന് കിടക്കും. നമുക്ക് ബാക്കിൽ നടക്കാനുള്ളൊരു ഇതിന് വേണ്ടി നമ്മളിത് കട്ടും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടൈപ്പ് ഒരു ബോഡിക്കോൺ ടൈപ്പ് ഡ്രസ്സാണ്. സ്ലീവ്ലെസ് സ്ലീവ് ഉണ്ട് വിത്തൗട്ട് ലൈനിങ്ങിൽ പാർട്ടി വെയറൊക്കെ ആയിട്ടല്ലേ. ബാക്ക് പോർഷനിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ആണ് കൊടുത്തത്. ബാക്ക് കട്ടിങ് ഉണ്ടല്ലേ, ആ ഒരു ഡയാന കട്ടിൻ്റെ ഒക്കെ ആ ഒരു കട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ഇല്ലാണ്ടും തയ്ക്കാം, സ്ലീവ്ലെസ് ആയിട്ടും തയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ സ്ലീവ് എന്തോരം വേണം അതിനനുസരിച്ചും തയ്ക്കാം. ഇതൊരു ഷേപ്പായിട്ട് കിടക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ്. വെഡിങ് ബ്രൈഡിന് പറ്റും, പാർട്ടി വെയർ ആയിട്ടുള്ള. പിന്നെ ഒരു കോക്ടെയിൽ പാർട്ടി അല്ലെങ്കിൽ സംഗീത് അങ്ങനെയൊക്കെയുള്ള ഒരു ഈവനിങ് ഫംഗ്ഷന് ഏറ്റവും കൂടുതലായിട്ട്. അതെ അതെ. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ ഒരു മോഡൽ പോലെ ഇങ്ങനെ ചെയ്തു വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഫുൾ ഗൗണിലായാലും ഫുൾ ബ്രൈഡൽ ഒരു രീതിയിലേക്ക് ആയാലും നമുക്ക് ഫുൾ ഗൗണായിട്ട് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാനിക്യൂൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ നേരിട്ട് കണ്ടിട്ട് അതിങ്ങനെ അതിൽ നിന്ന് മുറിക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് വരുന്നത് നമുക്കിതൊരു ബ്ലൂ കളർ പാലറ്റാണ്. ഒരു ബ്ലൂ ആഷ് ഗ്രേ ആ ഒരു കളറ്. അതിൻ്റെയും ഒമ്ര ഡൈങ് ആണ് വരണേ. ലൈനിങ് വരുന്നത് ആ ഒരു ഒമ്ര ഡൈങ് ആ ഒരു കളറാണ് വരണേ. ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറച്ച് ബ്രൈറ്റാണ്, താഴോട്ട് കുറച്ച് ഡസ്റ്റിയാണ്. ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഷിക, ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റണേ? നമുക്കിതിൽ ഗൗൺ കൊടുക്കാം, അല്ലെങ്കിൽ ലെഹങ്കാസ് ചെയ്യാൻ പറ്റും. ഒരു ഉടുപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിള്ളേർക്കായിട്ടാണെങ്കിലും അങ്ങനെ പിള്ളേർക്കായിട്ട് 3D എഫക്റ്റ് ആയിട്ട് നിൽക്കണോണ്ട് ആ ഒരു ഭംഗി കിട്ടും. പിന്നെ ഡിസൈൻസ് ഇങ്ങനെ കൊച്ചു കുട്ടികളുടെ ബ്രൈഡൽ ബ്രൈഡ്സ് മെയ്ഡൊക്കെ പോലെയുള്ള സെറ്റ് ചെയ്യാനും കളർ പാലറ്റിലോട്ടും നല്ലതാണ്. ഈ ഒരു ഫ്ലവർ ഇങ്ങനെ എംബോസ് ചെയ്ത് വന്നിരിക്കുന്നത് തന്നെ നല്ലൊരു ലീഫ് ഡിസൈനും. ഇതിലേക്ക് കട്ട് ബീഡുകൾ വന്നിരിക്കുന്നത് പേളും സിൽവറും അല്ലേ, പേൾ വർക്കും സിൽവറും കൂടെ. ഈ കളറിലേക്ക് പോകുന്നത് ഇതൊരു കാരമൽ ഷുഗർ ആ ഒരു കളർ ടോൺ. പിന്നെ ഇങ്ങനെ ഒരു ലൈറ്റും യെല്ലോ ഒരു പാലറ്റ് എന്ന് പറയാൻ പറ്റുമോ? ചോക്ലേറ്റ് കാരമൽ ഒരു കറക്റ്റ് ഒരു കളറാണ്. ഇത് പേൾ ആൻഡ് സിൽവർ സീക്വൻസ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സീക്വൻസ് നമ്മൾ ആ ഫ്ലവേഴ്സിൽ വരുന്നുണ്ട്. ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ്. മെറ്റീരിയൽ വരണത് 3200 ആണ് ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. ഇതൊക്കെ ഇങ്ങനെ ആ ഒരു കളർ തീം വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. 60 ഇഞ്ച് വീതി ആയതുകൊണ്ട് കുറച്ച് മെറ്റീരിയൽ എടുത്താൽ മതി. അപ്പോൾ ഇതും അങ്ങനെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള മൂന്ന് കളറിലേക്ക് ഈ ഒരു ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്, ബ്രൈഡൽ. ഇത് നോക്കൂ, മൾട്ടി കളറായിട്ടുള്ള ത്രെഡുകളും സീക്വൻസും പേളും എല്ലാം കൂടെ ചേർത്ത് വർക്ക് മെറ്റീരിയലാണ് ഫുള്ളി. അപ്പോൾ ഇതും ബ്രൈഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ബ്രൈഡൽ വെയറായിട്ട്. ഇതിൻ്റെ പെർ മീറ്റർ വരുന്നത് 3375 ആണ്. പിന്നെ ഇതിൻ്റെ പ്ലെയിൻ നെറ്റുകൾ താഴോട്ട് വേണമെങ്കിൽ കൊടുത്തിട്ട് പിന്നെ യോക്ക് പോർഷൻ കുറച്ച് വർക്ക് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് ഇതിൻ്റെ മൾട്ടി കളർ നെറ്റുകൾ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്തെടുക്കാം. ഇതും 60 ഇഞ്ച് വീതിയാണ് വരണേ. നെക്സ്റ്റ് ഒരു സാൽമൺ പീച്ച് കളറാണ് ബേസ് കളർ വരണേ.
അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ഇങ്ങനെ ഇതുപോലുള്ള ഒരു ഫാൻസി മെറ്റീരിയൽ കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ഗ്ലോ ആയിട്ട് കിട്ടും. ഇതാ കണ്ടോ, എന്താണോ നമ്മൾ ലൈനിങ് കൊടുക്കുന്നത് ആ ഒരു കളറായിരിക്കും പ്രൊജക്റ്റ് ചെയ്ത് കാണുക. കാരണം ഇത് ബേസ് കളർ ഒരു പേസ്റ്റൽ പൗഡർ കളർ ടോൺ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സെയിം കളർ സാറ്റിൻ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ആ ഒരു കളറ് സാൽമൺ പീച്ച് ആ ഒരു കളറ് കയറി വരും. ഇത് വരുമ്പോഴേക്കും എന്താ ഇതിലേക്ക് തന്നെ ലൈനിങ് സെറ്റ് ചെയ്യുമ്പോഴും ആ ഒരു കളറിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതാ താഴോട്ട് ഡീപ്പായിട്ട് കളറ്, മേളിലോട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് കയറി വരും. ബ്രൈഡൽ ലാച്ച ലഹങ്ക സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ പെർ മീറ്റർ 1650 ആണ് ഇതിന് പെർ മീറ്റർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതാ ഇങ്ങനെ വരുന്നു. ഡാർക്ക് കോഫി ബ്രൗൺ മൾട്ടി കളർ ത്രെഡ് ഇട്ടിട്ട് അതോടൊപ്പം റെയിൻബോ കട്ട് ബീഡും സീക്വൻസും കൂടെ ചേർത്ത് വന്നിട്ട് ഒരു പുതിയ ഫാബ്രിക്കാണ്. 2 സൈഡ് സ്കാലോപ്പ്. ഇതിപ്പം 58-60 ഇഞ്ച് വീതിയാണ് ഉണ്ടാവണേ. ഇതും നമുക്കൊരു ബ്രൈഡൽ വെയർ ആയിട്ട് സാരിയൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിന് വെയിറ്റ് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്തുതുമ്പിലേക്ക് നമുക്ക് എക്സ്ട്രാ പ്ലെയിൻ നെറ്റ് ആഡ് ചെയ്തിട്ട് സാരി ആയിട്ട് മേക്ക് ചെയ്തെടുക്കാം. വീണ്ടും നല്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വർക്ക് മെറ്റീരിയൽ വരുമ്പോഴേക്കെന്ന് വെച്ചാൽ ഒരു ഡിസൈനർ രീതിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ പ്ലെയിൻ നെറ്റ്, പിന്നെ അല്ലെങ്കിൽ ഡ്രേപ്പിംഗ് ഗൗണായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ജോർജറ്റൊക്കെ ഡൈ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള കളറുകളാണ്. ആ ഒരു ലാവൻഡർ പിങ്ക് പൗഡർ കളേഴ്സുകളെ വെച്ചിട്ട് നല്ല സീക്വൻസും റെയിൻബോ കട്ട് ബീഡും എല്ലാം കൂടെ ചേർന്ന് നല്ല മനോഹരമായിട്ടുള്ള കളറുകളാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു കളർ പാലറ്റ് സെറ്റ് ചെയ്യുമ്പോഴും കോംബോ പോലെ, ഫാമിലി കോംബോ പോലെയൊക്കെ സെറ്റ് ചെയ്യാം. ഇതിപ്പം പാർട്ടി വെയർ ആയിട്ടൊരു 2.5 മീറ്റർ എടുത്തിട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ ലൈനിങ്ങും കൊടുത്ത് അങ്ങനെ ഒരു എന്താ ഇപ്പം നമുക്ക് ഇത് സാരി വേണ്ട, ചുരിദാറാണ്, ഗൗണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇപ്പം യോക്ക് ഒരു 13.5 സെറ്റ് ചെയ്ത് ഒരു ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കൊരു ഫ്ലയർ ആയിട്ട് ഗൗൺ പോലെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോഴും വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഒരു 1 ടൈം സാരി ആയിട്ട് ചെയ്തിട്ടായാലും പിന്നീടും നമുക്കിതൊരു ഗൗൺ പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനാണ്. ഇത് പെർ മീറ്റർ വരുന്നത് 1950. ഇതിനെ ഒരു ക്രോഷോ നെറ്റിലേക്ക് വന്നിട്ടുള്ളൊരു ഇതൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഈ ഒരു ഫാബ്രിക് നിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്ലവർ ഡിസൈനാണ്. ഇതിൻ്റെ എക്സാക്റ്റ് ആ ഒരു ലൈനിങ് കൊടുത്താൽ സാൽമൺ പീച്ച് ആ ഒരു കളർ ടോൺ വെച്ച് കഴിഞ്ഞാലായിരിക്കും. പക്ഷേ ഈ മൾട്ടി കളറിലേക്ക് വരുമ്പോൾ ഇതിന് അത്ര പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നില്ല. ഇതിലിപ്പം നമുക്കിത് വർക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് ആയിട്ടുള്ള ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് എക്സാക്റ്റ് നമുക്ക് ആ ഒരു കറക്റ്റ് കളർ വയ്ക്കുമ്പോൾ ഉണ്ടാവണ ഒരു കളർ ഇതാണ്, ഒരു സാൽമൺ ആ ഒരു പീച്ച് ഏറ്റവും ഷെയ്ഡായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പീച്ച് കയറി വരുന്നുണ്ട്, ഒരു ബ്ലഷ് പിങ്ക് കയറി വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വർക്ക് മെറ്റീരിയൽ ഇത്രയും വർക്കായിട്ട് വന്നിട്ട് സീക്വൻസും കട്ട് ബീഡും കൂടെ ചേർന്നിട്ട് മൾട്ടി കളറായിട്ട് ഇതിൻ്റെ ലൈനിങ്ങിനും ഇത്രയും നല്ലൊരു ഭംഗിയുണ്ട്. ആ ഒരു താഴോട്ട് വരുമ്പോഴേക്കും കുറച്ച് ഡാർക്കായിട്ട് ഒരു ഗ്രേഡിയൻ ഡൈങ് ഉംറ, അതായത് 0 to 100 ഡൈങ്ങിനെയാണ് ഈ ഒമ്ര ഡൈങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഡാർക്ക് ടു ലൈറ്റ് 100ൽ നിന്ന് 0ലേക്ക് വരുവാണത്. ആ ഒരു അത്തരത്തിലുള്ള ലൈനിങ് സെറ്റ് ചെയ്യുമ്പോഴും വർക്ക് മെറ്റീരിയലുകൾ അതുപോലെ ഹൈലൈറ്റ് ചെയ്യും. ഇത് നല്ലൊരു നേവി കളറാണ്. അപ്പോൾ ഇതിന് നമുക്ക് അതിനോട് ചേരുന്നത് നമ്മളിപ്പോൾ താഴെ കാണിച്ച ആ ലൈനിങ് ഇട്ട് സെറ്റ് ചെയ്താൽ അപ്പം അങ്ങനെ നമുക്കൊരു വർക്ക് മെറ്റീരിയൽ എടുത്തിട്ട് ഒരു എന്താ പറയണേ നൂഡിൽ സ്ട്രിപ്പിലൊക്കെ ഒരു ഗൗൺ ഫുൾ ഗൗണൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓരോ വർക്ക് മെറ്റീരിയലുകളാണ്. ഇതിൻ്റെ പ്രൈസ് 1340 ആണ്. നല്ല പ്രൈസ് 1340. നെക്സ്റ്റ്
വീണ്ടും നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് കയറി വന്നു. പിന്നെ ഒരു ബ്ലാക്ക് ഗ്രേ, എലഫന്റ് ഗ്രേ ആ ഒരു കളർ ടോൺ. ബേസ് കളർ വരുന്നത് ഒരു ജസ്റ്റ് ഒരു ഇതാ ഈ ഒരു കളറ്, ഒരു ലാവൻഡർ മിക്സ് ആയിട്ടുള്ള ഒരു കളറൊക്കെ വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് വർക്കുകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ലൈനിങ്ങുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ വർക്ക് മെറ്റീരിയലുകൾക്ക് നല്ലൊരു ഭംഗി വരും. ഇത് നോക്കൂ, വീണ്ടും ഒരു പുതിയ കളറുകൾ വന്നേ, ലാവൻഡർ. ഇപ്പം ഇതും ഒത്തിരി കളർ തീമുകളെയൊക്കെ സ്റ്റേജിൻ്റെ ഫ്ലവറിലേക്ക് വരുന്ന കളറിലൊക്കെ ലാവൻഡർ കയറി വരുന്നു. അപ്പം ഇങ്ങനെ നമുക്കൊരു ഗൗൺ സെറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് മാത്രമായിട്ട് സെറ്റ് ചെയ്യണമെന്നില്ല, വർക്ക് മെറ്റീരിയലും കുറച്ച് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ ലാവൻഡറൊക്കെ എപ്പോഴും നമ്മുടെ ഒരു വെഡ്ഡിങ് ബ്രൈഡിൻ്റെയൊക്കെ ഒരു കളർ തീമിലുള്ള ഒരു കളറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചതെല്ലാം തന്നെ വർക്ക് മെറ്റീരിയലുകൾ, അത് 3250 തുടങ്ങിയിട്ട് 13 വരെ വരുന്ന വർക്ക് മെറ്റീരിയലുകളാണ്. എല്ലാം 60 ഇഞ്ച് വീതി വന്നിട്ടുള്ള ഇമ്പോർട്ടഡ് ഫാബ്രിക്സ് ആണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് ത്രൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോറിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു.